കല്ലേറ്റിങ്ങരെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. 11ാമത്തെ സെക്ഷനായി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിലെ 11ാമത്തെ സെഷനാണ്. നമ്മൾ പേജ് നമ്പർ 22 ആണ്. എല്ലാവരും എടുക്കാം. പേജ് നമ്പർ 22ലെ 5th ക്വസ്റ്റ്യൻ. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് 4th ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് 5th ക്വസ്റ്റ്യൻ. ഇന്നലെ ഒരു കണക്കേ ചെയ്തുള്ളൂ. ഇന്ന് അടുത്ത കണക്ക് നമ്മൾ ചെയ്യാണ് 5th ക്വസ്റ്റ്യൻ. ആ പടം എല്ലാവരും വരയ്ക്കുക. quadrilateral ABCD ആണ് കേട്ടോ. In the quadrilateral ABCD shown below, the sides AB and CD are parallel. കണ്ടോ എല്ലാവരും? ABCD എന്ന ചതുർഭുജത്തിലെ ABയും CDയും സമാന്തരമാണ്. അതിൽ BC എന്ന വശത്തിന്റെ മധ്യബിന്ദുവാണ് M. M is the midpoint of the side BC. അപ്പൊ പടം വരച്ച എല്ലാവരും. ഇതാണ് നമ്മുടെ പടം തന്നിരിക്കുന്നത്. DCയും ഇങ്ങനെ ഒരു ട്രപ്പീസിയമാണ് കേട്ടോ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 വശമുണ്ടെന്നുള്ളൂ. ആ 4 വശത്തിൽ പക്ഷെ ഇതൊരു ശരിക്കും ഒരു ട്രപ്പീസിയത്തിന്റെ പടം തന്നിരിക്കണേ. ട്രപ്പീസിയത്തിലെ ABCD ഏതൊക്കെ 2 വശങ്ങളാണ് പാരലൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇതിലെ പാരലൽ ആവുന്നത് ഏതാണ്? ABയും DCയും പാരലൽ ആവണം അല്ലെ? ABയും DCയും പാരലൽ ആവണമെങ്കിൽ ഇത് തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദ്യം തരുന്നത്? ലൈൻസ് DM and AB extended and meted. അതുകൊണ്ട് തന്നിട്ടുണ്ട് BCയുടെ മധ്യബിന്ദുവാണ് M. കിട്ടിയോ? ഇത് രണ്ടും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് BCയുടെ മിഡ് പോയിന്റ് മധ്യബിന്ദുവാണ് M. കിട്ടിയില്ലേ ചോദ്യം എല്ലാവർക്കും? ഇത് രണ്ടും സമാന്തര വശങ്ങൾ പാരലൽ ആണ്. DCയും ABയും പാരലൽ. പിന്നെ M മിഡ് പോയിന്റ് മധ്യബിന്ദുവാണ്. BCയുടെ മധ്യബിന്ദുവാണ് എന്ന് പറഞ്ഞാൽ CMഉം BMഉം ഈക്വൽ ആണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, പിന്നെ ഒന്നുകൂടെ പഠിച്ചു തന്നിട്ടുണ്ട്. ദ ലൈൻ DM and AB extended. DM AB എന്നീ വരകൾ നീട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? DM ഇതല്ലേ DM? ഇത് ഇങ്ങോട്ട് നീട്ടുക. AB എന്ന് പറയുന്ന ലൈൻ ഇങ്ങോട്ടും നീട്ടണം. ഈ DM എന്ന് പറയുന്ന ഈ ലൈൻ ഇങ്ങോട്ടും നീട്ടാം. അപ്പൊ ഇവിടെ ഇത് കൂട്ടിമുട്ടിയില്ലേ? ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ നമ്മൾ അവിടെ പേര് കൊടുത്തു N. ഇതാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. കിട്ടിയ എല്ലാവർക്കും ചോദ്യം മനസ്സിലായി? ഒരു ട്രപ്പീസിയം, ഒരു ക്വാഡ്രിലാറ്ററൽ, അതില് DCയും ABയും പാരലൽ. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഇത് മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഈ DM നീട്ടി ഇങ്ങോട്ട്, AB ഇങ്ങോട്ട് നീട്ടി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ആർ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ DCM and BMN are equal. നോക്ക്, ഏരിയ ഓഫ് DCM, ഈ DCM എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെയും പിന്നെ ഏതാണ് BNM എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആണോ എന്ന്. ഇതല്ലേ ചോദ്യം? മലയാളം മീഡിയക്കാർ ചോദ്യം ചെയ്താ ത്രികോണം DCMഉം ത്രികോണം BMN എന്നിവയുടെ പരപ്പളവുകൾ തുല്യമാണോ എന്ന്. എന്താണ് കാരണം? തുല്യമാണോ? ഇതും തുല്യമാണോ? തുല്യമാവണമെങ്കിൽ എന്ത് വേണം? പരപ്പളവുകൾ ഏരിയ ചോദിക്കുന്നത്. അതിന്റെ ഏരിയ ഈക്വൽ ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബിയും എച്ചും സെയിം ആയാൽ മതി. സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആക്കിയാൽ നമുക്ക് എല്ലാം കിട്ടി. ഈക്വൽ ആയില്ലേ? അപ്പൊ നമ്മൾ ഈക്വൽ ആക്കാൻ പോവാണ് കേട്ടോ. നോക്കായി ഈ 2 ട്രയാങ്കിൾ കേട്ടോ. ഇത് ഒന്നാമത്തെയും ഇത് രണ്ടാമത്തെ. എല്ലാവർക്കും ചോദ്യം മനസ്സിലായോ? ഒന്നുകൂടി നോക്കി. ഏത് ട്രയാങ്കിൾ ആണെന്ന്? DMC അല്ലെങ്കിൽ DCM എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഏതാണ്? ഇവിടെ MBN. ഇത് B ആണ്. MBN എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ നോക്കണം അല്ലെ? ഇത് രണ്ടിന്റെയും ഏരിയ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? DCABയുടെ പരപ്പളവുകൾ തുല്യമാണോ? ഏരിയ തുല്യമാണോ എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് കൂടി പ്രൂവ് ചെയ്യണം. അതിന് ചെയ്യാൻ നോക്കാം. ആദ്യം എന്താ ചെയ്യാം? ആംഗിൾസ് ഈക്വൽ ആക്കണം. നോക്കിയേ, ഈ DCയും ABയും പാരലൽ തന്നിട്ടില്ലേ? 2 പാരലൽ ലൈനിനെ നോക്ക്. ഈ DCAB എന്ന് പറയുന്ന ലൈനിനെ ഇങ്ങനെ ഒരു ലൈൻ കൊണ്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോ ഈ ആംഗിളും എന്തായിരിക്കും?
ഇതിന്റെ എന്താണ് ഈ ആംഗിളും alternate angles are എന്ത് alternate angles are equal. പഠിച്ചിട്ടില്ലേ എന്ത് alternate angle എന്ന് പറഞ്ഞാൽ മലയാളം മറുകോണുകൾ തുല്യമാണ്. കിട്ടിയോ? ഈ രണ്ട് പാരലൽ ലൈനിനെ ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ആംഗിളും ഈക്വൽ. ഇതിന്റെ പേര് എങ്ങനെ എഴുതാം? എങ്ങനെയാ പേര് എഴുതാൻ പറയും? CDM അല്ലെ? ആംഗിൾ CDM പേരെഴുതിയില്ലായിരിക്കും. CDM is equal to ഏതാ? ഈ ട്രയാങ്കിളില്. അപ്പൊ ഈ ഒന്നാമത്തെ ട്രയാങ്കിളിലെ ആംഗിൾ CDM ഉം രണ്ടാമത്തെ ട്രയാങ്കിളിലെ ഏതാണ്? MNB. ആംഗിൾ MNB ഈക്വൽ ആണ്. റീസൺ എഴുതണം. എന്താ റീസൺ? ഇതിന് റീസൺ എഴുതാം. റീസൺ എഴുതുമ്പോ നോക്കുക, ഇതിനെ പറഞ്ഞ മുകളിൽ രണ്ട് കുത്തും ഇവിടെ ഇതുമാണ് റീസൺ. therefore എന്നുള്ളത് തിരിച്ചിടാം. റീസൺ എന്താ? റീസൺ കാരണം എന്താ? കാരണം ആൾട്ടർനേറ്റ് ആംഗിൾസ് എഴുതാം. മറുകോൺ. കിട്ടിയോ? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈ ആംഗിളും ഈ ആംഗിളും. മനസ്സിലായി എല്ലാവർക്കും? അടുത്തത് രണ്ടാമത്തെ നോക്കുക. ഈ രണ്ട് പാരലൽ ലൈനിനെ തന്നെ ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യാണ്. ഇന്റർസെക്ട് ചെയ്യുമ്പോ ഏതാ? നോക്ക്, ഇതാണ് രണ്ട് പാരലൽ ലൈൻ. അതിനെ ചെയ്യുമ്പോ ഈ ആംഗിളും ഈക്വൽ ആണ്. കാരണം എന്താ? രണ്ട് കോണുകൾ തുല്യമാവാൻ കാരണം ഈ കോണും തുല്യമാണ്. കാരണം സെയിം റീസൺ, മറുകോൺ, ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറഞ്ഞ ഇതിന്റെ പേര് എങ്ങനെ എഴുതാം? ആംഗിൾ DCM. ഈ ആംഗിളിന്റെ പേര് എഴുതുമ്പോ C നടുക്ക് വരണം. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചെഴുതാം. MCD എഴുതാം, അല്ലെങ്കിൽ DCM. പക്ഷെ C നടുക്ക് വരണം. അത്രേ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ DCM ഈ ആംഗിൾ അല്ലെ? ഇതാണ് രണ്ടാമത്തെ ആംഗിള്. അതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാ? ഇതാണ്. കാരണം എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾ. അതെങ്ങനെ എഴുതാം? ആംഗിൾ ഈ ബിക്ക് എന്താ എഴുതാം? MBN അല്ലെങ്കിൽ NBM. ബി നടുക്ക് വരണം. അപ്പൊ MBN. രണ്ട് ആംഗിൾസ് ഈക്വൽ ആയില്ലേ? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. പിന്നെ മൂന്നാമത്തെ ഈ സൈഡ് ഏതാ? CM is equal to BM. കാരണം എന്താ എഴുതാം? ഇവിടെയും കാരണം എഴുതണം കേട്ടോ. എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾ എഴുതാം. ഇവിടെ എഴുതണം ആൾട്ടർനേറ്റ് ആംഗിൾ മറുകോൺ. ഇവിടെ എഴുതാം ആൾട്ടർനേറ്റ് ആംഗിൾ മറുകോൺ. ഇനി CM ഉം BM ഈക്വൽ ആണ്. കാരണം എന്താ? ഇറ്റ്സ് ഗിവൺ. തന്നിട്ടുണ്ട്. അവർ പറഞ്ഞില്ലേ BCയുടെ മിഡ് പോയിന്റ് ആണ് എന്ന് തന്നിട്ടില്ലേ? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയോ? ഇത് രണ്ടും ഈക്വൽ ആയി. അപ്പോ ഇവിടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഇത് ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? ഇത് രണ്ട് ഈക്വൽ അല്ലേ? ഇതിൽ ആംഗിൾ എമ്മിന്റെ പേര് എങ്ങനെ എഴുതാം? ആംഗിൾ DMC. ഈ കഷ്ണം അല്ലെ? ഇതാണ് മൂന്നാമത്തെ ആംഗിൾ. അതിന് തുല്യമാണ് ഇവിടെ മൂന്നാമത്തെ ആംഗിൾ. എന്താ എഴുതാം? is equal to BMN. കാരണം എന്താ എഴുതാം? if the two angles are equal, രണ്ട് ആംഗിൾസ് ഈക്വൽ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചേക്കുന്ന തിയറി അല്ലേ? പക്ഷെ അത് വേണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എഴുതാം ഓപ്പോസിറ്റ് ആംഗിൾ. ഒരു രണ്ട് രേഖയെ ഇങ്ങനെ ഘടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലേ? മൂന്ന് ആംഗിൾസ് ഈക്വൽ ആയോ? ഇപ്പോ ഇനി നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഏരിയ ഈക്വൽ ആവണമെങ്കിൽ നോക്കാം. ഈ ഒരു സൈഡും അതിന്മേലുള്ള രണ്ട് ആംഗിൾസും അല്ലേ? ഈ ഒരു സൈഡും അതിന്മേലുള്ള ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ദീസ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ. അതിന്റെ ഏരിയ ഈക്വൽ ആണ്. therefore ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ ആംഗിളും ഏതാ ഇതും ഈക്വൽ ആക്കി അല്ലെ? കാരണം എന്താ ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾ. പിന്നെ ഈ ആംഗിളും എഴുതി. അപ്പൊ എന്താ കാരണം ഏതാ ഓൾട്ടർനേറ്റ് ആംഗിൾ. മൂന്നാമത്തെ ഈ ആംഗിളും ഈക്വൽ ആണ്. കാരണം എന്താ ഓപ്പോസിറ്റ് ആംഗിൾ. പിന്നെ അവരൊരു സൈഡ് തന്നിട്ടുണ്ട്. CM ഉം BM ഉം ഈക്വൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഗിവൺ കാരണം മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതും ഈക്വൽ ആണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. അതുകൊണ്ട് ട്രയാംഗിൾ DMC ഈക്വൽ ടു ട്രയാംഗിൾ
NBM അല്ലെങ്കിൽ MBN എങ്ങനെ എഴുതാം? ഏതാ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ DCM is equal to ഈ ഒന്നാമത്തെ ട്രയാങ്കിൾ DCM ന്റെ ഏരിയ is equal to ട്രയാങ്കിൾ ഏതാ MBN. കിട്ടിയോ? ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത് ഈക്വൽ ആണോ എന്നാ ചോദിച്ചത്. ഈക്വൽ ആണോ? ആണ്. എന്തുകൊണ്ട്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ലൈൻ എഴുതേണ്ടത് ട്രയാങ്കിൾ DCM ന്റെ ഏരിയ അങ്ങനെ എഴുതേണ്ടത് ഇങ്ങനെ വരച്ചു വയ്ക്കല്ല ചെയ്യാം. എന്താ എഴുതാം? ട്രയാങ്കിൾ DCM ന്റെ ഏരിയ, ട്രയാങ്കിൾ DCM ന്റെ പരപ്പളവ്, മലയാളം എഴുതാൻ പരപ്പളവ് എഴുതാം. പരപ്പളവ് ട്രയാങ്കിൾ MBN ന്റെ പരപ്പളവിന് തുല്യമാണ്. കാരണം നമ്മളിവിടെ പ്രൂവ് ചെയ്തു കഴിഞ്ഞു. കിട്ടിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ല എല്ലാവർക്കും? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ട്രയാങ്കിൾ DCM-ഉം ട്രയാങ്കിൾ BMN ആണ് തന്നിരിക്കുന്നത്. അത് എങ്ങനെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ട്രയാങ്കിളിന്റെ പേര് നമ്മുടെ MBN, അതിന്റെ പരപ്പളവുകൾ തുല്യമാണോ എന്ന്. അപ്പൊ നമ്മൾ എഴുതണം അതിന്റെ പരപ്പളവുകൾ തുല്യമാണ്, ഏരിയ രണ്ടിന്റെ തുല്യമാണ്. റീസൺ ആണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. സൈഡും ആംഗിൾസും ഒക്കെ ഈക്വൽ ആക്കി. അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്, അതുകൊണ്ട് അതിന്റെ ഏരിയ ഈക്വൽ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അതിൽ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD-യും ട്രയാങ്കിൾ ADN ഏതാ ADN-ഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് എന്തായിരിക്കും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മലയാളം മീഡിയം ചോദ്യം ചെയ്താ ABCD എന്ന ചതുർഭുജം ഇവിടെ കണ്ടില്ലേ? ഈ AB നോക്കുക, ABCD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററിന്റെയും ABN എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും കണ്ടോ? എല്ലാവരും ഒരു ചതുർഭുജം കാണാം, ഇതിൽ ട്രയാങ്കിൾ കാണാം. അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ് ബന്ധം? എന്താ ബന്ധം? ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? പറഞ്ഞു വേണം. നോക്ക്, പടത്തിലേക്ക് ശരിക്കും നോക്ക്, എന്നിട്ട് പറയും. കിട്ടിയോ എല്ലാവർക്കും? ഇറ്റ്സ് ഈക്വൽ. എന്താ ബന്ധം? അത് തുല്യമാണ്. എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്? കാണിച്ചു തരാം കേട്ടോ. എന്താ പറയാമോ? ഏതാ? ക്വാഡ്രിലാറ്ററൽ ABCD എന്താണ്? ABCD കണ്ടില്ല എല്ലാവരും? ABCD ഇതിനെ നമ്മൾ രണ്ട് ഭാഗമാക്കുകയാണ്. ഏത് രണ്ട് ഭാഗം? ഫിസിക്കൽ എന്താണ് നോക്കിയേ? ABMD ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്റർ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ABMD ഒരു ക്വാഡ്രിലാറ്റർ. ഈ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിന്റെ ഒരു ഭാഗം ഇതും ഒരു ഭാഗം ഈ ട്രയാങ്കിളും. കിട്ടിയോ? പ്ലസ് ABMD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ പ്ലസ് ഏതാ? ട്രയാങ്കിൾ ത്രികോണം DCM. കിട്ടിയില്ലേ എല്ലാവർക്കും? കിട്ടിയോ? ശരിക്കും ഇങ്ങനെ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. എന്നതാ? ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ABCD is equal to രണ്ട് ഭാഗമാണ്. ഇവിടെ ഒരു കഷ്ണം, ഇവിടെ ഒരു കഷ്ണം. അതാണ് നമ്മൾ ഇവിടെ ABMD. മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? പടത്തിലേക്ക് ശരിക്കും നോക്ക്. ABMD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററും പിന്നെ ഇവിടെയുള്ള ഈ ഒരു ട്രയാങ്കിൾ ത്രികോണം DCM. കിട്ടിയോ? ഈ ട്രയാങ്കിൾ എന്താണ്? ഇനി അടുത്ത ചോദ്യം നമുക്ക് എന്താ തന്നിരിക്കുന്നത്? അടുത്തത് എന്താണ്? ഈ വലിയ ഏതാ? AND അല്ലേ? ട്രയാങ്കിൾ ADN. ഇനി അതിന്റെ ഏരിയ ഒന്ന് പറഞ്ഞേ. അതിന്റെ ഏരിയയിലും ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഉണ്ട് അല്ലെ? അപ്പൊ എഴുതിക്കോ. ഇതിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ADN ഏരിയ എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ ഏതാ? ABMD പറയും. ABMD കിട്ടിയില്ലേ? ഏതാ? ഈ ഒരു കഷ്ണം. പിന്നെ ഏതാ ഉള്ളത്? ഇങ്ങനെ അല്ലെ? ഇങ്ങനെ വരുമ്പോ ഇതും കിട്ടി. ഇതിനെന്താ എഴുതാ? പ്ലസ് ട്രയാങ്കിൾ BNM അല്ലെങ്കിൽ MBN. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായോ? കിട്ടി? ഇന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്
എ ബി സി ഡി എന്ന് പറയുന്നത്. ഈ രണ്ട് സ്റ്റെപ്പ് ശരിക്കും മനസ്സിലാക്കാം കേട്ടോ. എന്താണ് വരുന്നത്? എ ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളില് എന്താണ്? ഈ ഒരു കഷ്ണം, ഈ ഒരു കഷ്ണം, അതാണ് ഇവിടെ എഴുതിയത്. ഇതൊരു ക്വാഡ്രിലാറ്ററൽ, ഇതൊരു ട്രയാങ്കിൾ. കിട്ടി? അടുത്തത് പറയുന്നത് ഈ ഒരു ട്രയാങ്കിൾ എ ഡി എൻ എന്ന് പറയുന്ന ട്രയാങ്കിളും ഈ ഒരു ക്വാഡ്രിലാറ്ററലും ഈ ഒരു ട്രയാങ്കിൾ. അപ്പോ ഇത് രണ്ടിലും ഇല്ലേ നോക്കെ? എ ബി എം എൻ എം ഡി, എ ബി എം ഡി എന്ന് പറയുന്നത് ഇത് ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ അല്ലേ? അടുത്തത് ട്രയാങ്കിൾ ഡി സി എമ്മും. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ട്രയാങ്കിൾ ഡി സി എമ്മിന്റെ ഏരിയ ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ എം ബി എൻ. ഇതിന്റെ രണ്ടിന്റെയും ഏരിയ ഈക്വൽ ആണെന്ന്. എന്തുകൊണ്ടാണ് അത് ഈക്വൽ ആവുന്നത്? നമ്മൾ പ്രൂവ്ഡ്. എന്താ എഴുതിയിരിക്കാം? ഇറ്റ്സ് പ്രൂവ്ഡ്. ഇവിടെ എഴുതാം. കാരണം തെളിയിച്ചു. നമ്മൾ നേരത്തെ തെളിയിച്ചതല്ലേ? ഇതും ഇതും തുല്യമാണെന്നാണ് നമ്മൾ തെളിയിച്ചത്. കിട്ടിയോ? അപ്പോ ഈ ട്രയാങ്കിളില് ഈ ക്വാഡ്രിലാറ്ററല്, ഈ ട്രയാങ്കിളിൽ ഉണ്ട് ഈ ഒരു ക്വാഡ്രിലാറ്ററും ഇതും. അടുത്തത് ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയിലുണ്ട് ഇതും ഇതും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്. therefore ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണ്. ഏത് രണ്ടും ഈക്വൽ ആണ്? ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ, ചതുർഭുജം എ ബി സി ഡിയുടെ പരപ്പളവും ട്രയാങ്കിൾ എ ഡി എന്നിന്റെ പരപ്പളവും തുല്യമാണ്. മനസ്സിലായോ എല്ലാവർക്കും? നമ്മുടെ ചോദ്യം ഇതാണ്. ഇവിടെ കാണുന്ന ഈ ചതുർഭുജം എ ബി സി ഡി എന്ന് പറഞ്ഞ ചതുർഭുജത്തിന്റെ, എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററിന്റെയും എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ഏരിയയുടെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അത് രണ്ടും ഈക്വൽ ആണെന്ന്. ഇനി അത് പ്രൂവ് ചെയ്യുന്നതാണ്. എന്താണത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കാരണം? ഈ എ ബി സി ബി, എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു കഷ്ണവും ഇതുമാണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കണ്ടോ? എ ബി എം ഡി എന്ന് പറയുന്ന ഈ ഒരു കഷ്ണം ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, ചതുർഭുജമാണ്. ഈ ഒരു ചതുർഭുജവും ഈ ഒരു ത്രികോണം ഡി സി എം എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും, ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണ് എ ബി സി ഡി എന്ന് പറയുന്ന ചതുർഭുജം. ഇനി അടുത്തത് ഈ ഒരു ട്രയാങ്കിൾ ആണ്. വലിയ ട്രയാങ്കിൾ എടുക്കുക. അതിന്റെ ഏരിയ എന്താണ്? എ ഡി എൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എ ബി എം ഡി അല്ലെ? അതും പ്ലസ് ഈ ട്രയാങ്കിൾ ആണ് എം ബി എൻ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ്. അതില് അടുത്ത സ്റ്റെപ്പ് ഇത് രണ്ടും ഈക്വൽ ആണ്. നമ്മൾ പ്രൂവ് ചെയ്തു ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് രണ്ടിലുള്ളത്. ഇതും ഇതും കൂടി കൂട്ടുന്നത് ഇവിടെ ക്വാഡ്രിലാറ്ററൽ ഈ ഒരു പീസും ഇതും കൂടി കൂട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു കഷ്ണം രണ്ടിലും ഈക്വൽ ആണ്. പിന്നെ ഇതും ഇതും നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി എന്നും ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയും ഈക്വൽ ആണ്. കിട്ടിയെല്ലാവർക്കും ചോദ്യം? ഉത്തരം കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്കും. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. അടുത്തത് പേജ് നമ്പർ 22 തന്നെ 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാ: ഒരു ചതുരത്തിന്റെ 2 വികീർണങ്ങൾ തുല്യമാണോ എന്ന്. അത് ഇംഗ്ലീഷിലേക്കാതെ ആർ ദ 2 ഡയഗണൽസ് ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ ആണോ എന്ന്. ഒരു റെക്ടാംഗിൾ വരച്ച എല്ലാവരും ഒരു റെക്ടാംഗിൾ വരയ്ക്കാം. അതിന്റെ 2 ഡയഗണൽസ് നമുക്ക് ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ഒരു റെക്ടാംഗിൾ. ഇതിന്റെ ഇങ്ങനെയുള്ള ഒരു ഡയഗണലും ഇങ്ങനെയുള്ള ഈ ഡയഗണലും രണ്ടും സെയിം ആണോ? നമുക്കറിയാം റെക്ടാംഗിളിന്റെ ഡയഗണൽസ് സെയിം ആണെന്ന്. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു ചതുരത്തിന്റെ 2 വികീർണങ്ങൾ തുല്യമാണോ എന്ന് നോക്കണം. അതിന് നമ്മൾ ഇതിനെ 2 ഭാഗങ്ങളാക്കി മുറിക്കുകയാണ്. നോക്കാം. ഇവിടെ ആദ്യം ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക, എ ബി ഡി. ഞാനിത് ആദ്യം ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. എ ബി ഡി ട്രയാങ്കിളിന്റെ ഒരു കഷ്ണം നമ്മൾ ഇവിടെ മുറിച്ചു. ഇവിടെ എ കണ്ടില്ലേ, ഇവിടെ ബി, ഇത് ഡി. കിട്ടിയോ? അപ്പൊ ആദ്യത്തെ ഡയഗണൽ ബി ഡി ഇതിൽ വന്നില്ലേ? അടുത്ത ഡയഗണൽ എ സി ആണ്. അപ്പൊ നമ്മൾ ഏത് ട്രയാങ്കിൾ എങ്ങനെ മുറിക്കുക? ഇങ്ങനെയാ മുറിച്ചെടുക്കുക കേട്ടോ. എ ബി തന്നെ.
പിന്നെ ഏതാണ് ഇവിടെയാണ് വേണ്ടത് സി സി കിട്ടിയില്ലേ? ഈ ട്രയാങ്കിളിനെ രണ്ട് കഷ്ണങ്ങളാക്കി ഞാൻ വെക്കുകയാണ്. അപ്പോ അതില് ഇവിടെയും എ ബി ഉണ്ട്, ഇവിടെയും എ ബി ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ വശവും തുല്യമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് എ ബി ഇസ് ഇക്വൽ ടു എ ബി ആണ്. ഇനി എ ഡി ഇസ് ഇക്വൽ ടു സി ബി ആണ്. കാരണം ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ എഴുതാം, ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. എ ബി ഇസ് ഇക്വൽ ടു, ഇത് രണ്ട് ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഇതിലെ എ ബിയും ഇതിലെ എ ബിയും ഈക്വൽ ആണ്, കാരണം ബേസ് സെയിം ആണ് അല്ലെ? കാരണം കിട്ടി. അടുത്തത് എഴുതാം ഡി സി എ ഡി ഇസ് ഇക്വൽ ടു, ഇതിലെ എ ഡിയും ബി സിയും ഈക്വൽ ആണ് അല്ലേ? അല്ലേ? റെക്ടാങ്കിളിന്റെ ഈ വശം ഒരു ചതുരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം തുല്യമാണ്. അപ്പൊ ഇതും തുല്യമാണ്. ഈ വശവും തുല്യമായി കിട്ടി. ഇനി മൂന്നാമത്തത് ഈ ആംഗിള്, ഇതെത്രയാ? റെക്ടാങ്കിളിന്റെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ഇതും എത്രയാ? 90 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾ എ ഇസ് ഈക്വൽ ടു, ഇതിലെന്താണ്? ആംഗിൾ ബി. നമുക്ക് എങ്ങനെയാ ഈക്വൽ ആയിട്ട്? ഈ സൈഡും ഈ സൈഡും, ഇതും എ ബി. അപ്പൊ ടു സൈഡ്സും അതിന്റെ ഇൻക്ലൂഡിങ് ആംഗിൾ, ഈ ഒരു ആംഗിളും ഈ ആംഗിളും രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതിന്റെ രണ്ട് സൈഡ് കൂടി ഇൻക്ലൂഡിങ് ചെയ്യുന്ന, അത് രണ്ടും കൂടി ചെയ്യുന്ന ആ ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ട്രയാംഗിളും ഈ ട്രയാംഗിളിന്റെ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആയില്ലേ? therefore നമുക്ക് എഴുതാനാണ് ട്രയാംഗിൾ DAM is equal to എന്താണ്? ട്രയാംഗിൾ CB DAB ആണ് കേട്ടോ, അല്ല DAB ട്ടോ. DAB എന്ന് പറയുന്ന ഇതും എന്താണ്? ABC എന്ന് പറയുന്ന ട്രയാംഗിളിന്റെയും എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എന്ന്. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ചോദ്യം ഇതാണ്. നമുക്ക് എഴുതാം എന്താണ്? therefore BD is equal to എന്താണ്? AC. രണ്ട് വികീർണങ്ങളും രണ്ട് ഡയഗണൽസും ഈക്വൽ ആയി. മനസ്സിലായോ ചോദ്യം? ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു റെക്ടാംഗിളിന്റെ ഡയഗണൽസ് ഈക്വൽ ആണ്. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? BD is equal to AC. ഇതാണ് ചോദ്യം കേട്ടോ. BDയും ACയും തുല്യമാണെന്ന് തെളിയിക്കണം. അതിന് ഞാൻ ഈ ഒരു റെക്ടാംഗിൾ ഇങ്ങോട്ട് എടുത്തു വെച്ചു, ഈ ഒരു കഷ്ണത്തിനെ ഇങ്ങോട്ട് രണ്ടെണ്ണാക്കി മാറ്റി തന്നു. ഇതിൽ തന്നെ ചെയ്യാം, പക്ഷെ രണ്ടെണ്ണാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇവിടെ അല്ലെ? പിന്നെ ഈ വശം ബേസ് AB തന്നെയാണ്, ഇതിലും AB. ഈ ട്രയാംഗിളിൽ ഈ കഷ്ണമുണ്ട്, ഈ ട്രയാംഗിളിൽ ഈ കഷ്ണമുണ്ട്. അപ്പൊ രണ്ടും തുല്യല്ലേ? ഇനി ഇത് ADയും BCയും ഈക്വൽ ആണ്. കാരണം എന്താ? ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യം. റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. ഈ ആംഗിൾ ഈക്വൽ. രണ്ട് സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയാൽ ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ആംഗിൾ ബി അത് ഈക്വൽ അല്ലേ? ഓക്കെ, ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ അല്ലേ? അപ്പൊ എക്ക് എതിരെയുള്ള ഈ വശവും ബിക്ക് എതിരെയുള്ള ഈ വശവും ഈക്വൽ ആണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത് BD is equal to AC. ഫൈനൽ ആൻസർ ഇതാണ് നമുക്ക് എഴുതേണ്ടത്. കിട്ടിയില്ലേ? അപ്പൊ ആ സെറ്റിലത്തെ കണക്കുകളെല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ രണ്ട് കണക്ക് ചെയ്തു. ആ കണക്ക് നാളെ നന്നായിട്ട് ചെയ്ത് പഠിച്ച് വരച്ചു കൊണ്ടുവരണം കേട്ടോ. ഓക്കെ.